ഹലോ ഗൈസ്, ലോകത്തിൽ തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 2022 ലോകത്താകമാനം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കമ്പനീസ് സ്പെൻഡ് ചെയ്തത് $611 ബില്യൺ ആണ്. അതായത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 40 ലക്ഷം കോടിയോളം രൂപ. ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ 2022 സ്പെൻഡ് ചെയ്ത് $11 ബില്യൺ ആണ്. അതായത് ഏകദേശം 60,000-65,000 കോടിയോളം രൂപയാണ് കമ്പനീസ് ഡിജിറ്റൽ മീഡിയത്തിലൂടെ സ്പെൻഡ് ചെയ്തത്. ഈ ഒരു കണക്കെന്ന് പറയുന്നത് ലോകത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യുന്ന കണക്ക് വളരെ കുറവാണ്. കാരണം ഇന്ത്യയിൽ 135 കോടി ജനങ്ങളുണ്ട്. അതിൽ 80 കോടി ജനങ്ങളോളം ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. സോ അനലിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു 8 വർഷം കൊണ്ട് 2030 ആകുമ്പോൾ ഇന്ത്യയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറയുന്നത് ഒരു $200 ബില്യൺ അല്ലെങ്കിൽ $250 ബില്യൺ അടുപ്പിച്ചെത്തുന്നതാണ്. അതായത് അടുത്തൊരു 8 വർഷത്തിൽ ഇപ്പോഴത്തെ 20 ഇരട്ടി ഗ്രോത്ത് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകൾ ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അത് കണക്കാക്കുമ്പോൾ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ വളരെ സ്കോപ്പുള്ളതാണ്. ഏതൊരു ഫ്രഷേഴ്സിനും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, ടെക്നിക്കലി വളരെ നോളജ് വേണ്ടാത്തതും ആയിട്ടുള്ളൊരു കരിയറാണ്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാമെന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊക്കെയാണ്. സോ ഐ എം സാഹിൽ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയത്തിലൂടെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റോ സർവീസസോ ജനങ്ങളിൽ അവെയർ ആക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് 2 തരത്തിലുണ്ട്, ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും. എന്താണ് മാർക്കറ്റിംഗിന്റെ പർപ്പസ്? മാർക്കറ്റിംഗിന്റെ പർപ്പസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റോ സർവീസോ ജനങ്ങളിൽ അവെയർ ആക്കി ആ പ്രോഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായി കണ്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോർഡിങ്സ്, ന്യൂസ് പേപ്പർ, റേഡിയോ, മാഗസീൻസ് തുടങ്ങി ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയത്തിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ എന്താണ്? സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, വാട്സപ്പ് അങ്ങനെ തുടങ്ങി മെസ്സഞ്ചർ അങ്ങനെ തുടങ്ങിയുള്ള മീഡിയത്തിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി പറയാൻ വേണ്ടി പോകുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ട്രഡീഷണൽ മാർക്കറ്റിംഗ് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇപ്പം ഹോർഡിംഗ് എന്ന് പറയുന്ന ഒരു മീഡിയം നിലനിൽക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മീഡിയയൊക്കെ എന്താ പറയുക, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് അതിൽ കമ്പനീസ് സ്പെൻഡ് ചെയ്യുന്ന കുറഞ്ഞുകൊണ്ട് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ് വെൻ കമ്പയർഡ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതാണ് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലാർജ് ഓഡിയൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ ചാനൽ എടുത്താൽ പോലും മറ്റേ ടൈം ചിലപ്പോൾ 2-3 കോടി ജനങ്ങൾ മാത്രമേ ആക്റ്റീവ് ആയിരിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ ഫേസ്ബുക്കിൽ മാത്രം മന്ത്ലി 40 crores പുറത്തുള്ള ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്നാണ്, ഇന്ത്യയിൽ നിന്ന് മാത്രം ഉണ്ടെന്നാണ് ഫേസ്ബുക്ക് അവകാശപ്പെടുന്നത്. അപ്പോൾ ലാർജ് ഓഡിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് വിത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് എത്ര കാശ് മുടക്കുന്നു, അതനുസരിച്ച് എത്ര പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ആൾക്കാർ നമ്മളുടെ പ്രോഡക്റ്റിൽ എൻഗേജ് അല്ലെങ്കിൽ സർവീസിൽ എൻഗേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ പറ്റും. മറിച്ച് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്ത് അല്ലെങ്കിൽ ഹോർഡിങ്ങിൽ ആഡ്, നമുക്ക് എത്ര പേര് അത് കണ്ടെന്നോ അതിൽ നിന്ന് എത്ര പേര് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ പറ്റത്തില്ല. അത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണക്കാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു വ്യത്യാസം ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഒരു യൂസറിൻ്റെ അവതാർ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമറിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, അവരുടെ ഡെമോഗ്രാഫിക്സ്, അതായത് ലൊക്കേഷൻ അനുസരിച്ച്, അവരുടെ ഏജ് അനുസരിച്ച്, അവരുടെ ഇൻകം സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് അവരുടെ ടാർഗറ്റ് ചെയ്യാം. അവരിൽ മാത്രമായിട്ട് നമുക്ക് ആഡ് കാണിക്കാൻ പറ്റും. മറിച്ച് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ള കസ്റ്റമറും ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സും നമ്മുടെ പ്രോഡക്റ്റ് കാണുമെന്നുള്ളതാണ് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു ബ്രാൻഡിങ് എന്ന മോഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് സെയിൽസ്, ഒരു സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനൊക്കെ വെറും 140-150 രൂപയൊക്കെ വെച്ച് ഡെയിലി നമുക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് സ്പെൻഡ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് അവർ നമുക്ക് സെയിൽസും കൂട്ടാൻ കഴിയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബ്രോഡ്ലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓർഗാനിക്കും ഇൻഓർഗാനിക് എന്നുള്ള, നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇൻഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഡിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് ഇൻഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വ്യത്യസ്ത തരങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പേപ്പർ ക്ലിക്ക് ആഡ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമ്മൾ
നമ്മളുടെ ബിസിനസ്സിന് റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ്, അതായത് ബ്ലോഗ്സ്, വീഡിയോസ് ഒക്കെ എഴുതിയിട്ട് ഇൻഫോഗ്രാഫിക്സ് അതിലൂടെയൊക്കെ നമ്മളെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഒരു പ്രോഡക്റ്റ് എപ്പോഴും വാങ്ങുന്നത് ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഞ്ചിലോ ഒക്കെ നമ്മുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത്, നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ വാങ്ങാൻ പോകുന്നത് കരുതുക. ആദ്യം നമ്മളുടെ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ബഡ്ജറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മൊബൈൽ ആ ഒരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന മൊബൈൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യല്ലേ. ഫോർ എക്സാമ്പിൾ മൊബൈൽ പ്രൈസ് അണ്ടർ 25,000. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ആദ്യത്തെ പേജിൽ കാണുന്ന 10 ലിങ്കിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 5 ലിങ്കിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യുക. അതിലുള്ള നമ്മൾ ക്രെഡിബിളായിട്ട് അതിൻ്റെ അകത്തുനിന്നായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. ഇതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിനോ സർവീസിനോ ഒരു സെർച്ച് കീവേഡ്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് ആയിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മൊബൈൽ ഫോൺസ് അണ്ടർ 25,000 എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകളിൽ ഒരു പ്രോഡക്റ്റിനും സർവീസിനും റാങ്ക് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാനായിട്ട് ഗൂഗിൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ സർവീസിനോ ഒരു പർട്ടിക്കുലർ കീവേഡിൽ റാങ്ക് ചെയ്യാനായിട്ട് 200ഓളം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ 200ഓളം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പ്രോഡക്റ്റിനോ സർവീസിനോ ഒക്കെ റാങ്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കീവേഡിനെ ഫസ്റ്റ് പേജിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതെന്ന് പറയുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പേപ്പർ ക്ലിക്കാണ്. പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് മാർക്കറ്റിംഗ് മെക്കാനിസമാണ്. നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളെ പ്രോഡക്റ്റ് നമ്മുടെ പേജിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതനുസരിച്ചിട്ട് അതിൽ ചുരുക്കം ഒരു 2-3% മാത്രമേ നോർമലി കാണിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ. മറിച്ച് നമുക്കത് ഒരുപാട് പേരിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആഡിൽ ഓരോരുത്തരും ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ആഡിന് സ്പെൻഡ് ആവുന്നത്. ഇതാണ് പേപ്പർ ക്ലിക്ക്. നമ്മളുടെ ആഡിൽ ഓരോരുത്തർ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. അതാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ. അത് ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മൾ ഓരോ സെർച്ച് ചെയ്യുമ്പോഴും ആദ്യത്തെ 3-4 എന്ന് പറയുന്നത് ഇതുപോലത്തെ ആഡ്സ് ആയിരിക്കും. ഈ ആഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും ആ റിലവൻ്റ് ആയിട്ട കമ്പനിയിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ആവുന്നത്. ഇതിനാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് മീഡിയത്തിൽ ആക്റ്റീവ്, നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ബിസിനസ് നമ്മൾ ആക്റ്റീവാണ്, യൂട്യൂബിൽ ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളുടെ ബ്രാൻഡ് ആൾക്കാർ അറിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നവർ നമ്മൾ ആദ്യത്തെ കോൺടാക്റ്റിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നില്ല. അപ്പം നമുക്ക് അവരെ പിന്നും ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഇമെയിലിലൂടെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന്. നമുക്ക് വരുന്ന ഓരോ ലീഡിനെ നമുക്ക് ഇമെയിലൂടെ നർച്ചർ ചെയ്ത് അവരെ കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യിപ്പിക്കാം. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നതും ഇമെയിൽ മാർക്കറ്റിംഗ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം നമുക്കൊരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്യും നമ്മുടെ അടുത്ത് പേഴ്സണലി ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്നും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. This is Sahir signing off. Thank you.